ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ അതിപ്പോൾ ഒരു വാപ്പയായാലും അനുജനായാലും ഭർത്താവായാലും ആ കബറിടത്തിൽ ഒന്ന് പോകാൻ അവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദമുണ്ടാകാറില്ല. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അങ്ങനെയുള്ള ഒരു സ്ത്രീ എങ്ങനെ ഒരു ഹിന്ദുവിന്റെ ശവസംസ്കാരത്തിന് എത്തി? തുടക്കത്തിലെ പന്തികേട് തോന്നിയിരുന്നു എങ്കിലും കുത്തിത്തിരിപ്പ് പോരാളി എന്ന പേര് ഓൾറെഡി ഉണ്ട്. അതിനെ ഇങ്ങനെ കൂട്ടണ്ട എന്ന് കരുതി അത്തരത്തിലൊരു വ്യാഖ്യാനത്തിന് മുതിർന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ആ കള്ളക്കളി പൊളിഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ ബാധിച്ച് മരിച്ച ഒരു വയോധികന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ ലീഗ് പ്രവർത്തക ഏറ്റെടുത്ത് സംസ്കരിച്ചു എന്ന വാർത്ത പ്രചരിച്ചത്. ഇത് വ്യാജ പ്രചാരണമായിരുന്നുവെന്നും അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്തായിരുന്നുവെന്നും ഒക്കെ സേവാഭാരതി വെളിപ്പെടുത്തി രംഗത്ത് വന്നു. അതിന് പിന്നാലെ ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥിരം പരിപാടിയാണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ. സ്വന്തം വീട്ടിലെ വാപ്പയുടെയും അനുജന്റെയും ഭർത്താവിന്റെയും കബറിടത്തിൽ ഒന്നു പോകാൻ അനുവാദമില്ലാത്തൊരു മുസ്ലിം സ്ത്രീയെ മാനവികതയുടെ വലിയ ഒരു മാതൃക എന്നൊക്കെ കാണിച്ച് അതിന് നന്മ മരം ചമയുകയാണ് ലീഗ് എന്ന് കാസ പറയുന്നു. നമുക്കറിയാം, മുമ്പൊരിക്കലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് ബാധിച്ചൊരു കന്യാസ്ത്രീ മരണപ്പെട്ട സമയത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. നല്ലവരെന്ന് പറയിപ്പിക്കാൻ നല്ലത് ചെയ്യുക, അല്ലാതെ അതിനായി കുറുക്കുവഴികൾ തേടരുത്. ഇത്തരത്തിലുള്ളൊരു കുറുക്കുവഴിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. 2020 ജൂലൈ 16 കോവിഡ് ബാധിച്ച് എറണാകുളത്തൊരു കന്യാസ്ത്രീ മരണമടയുന്നു. മൃതദേഹം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അടക്കം ചെയ്യണമെന്നുള്ളത് കൊണ്ട് കൂടെയുള്ള കന്യാസ്ത്രീകൾ സഭാധികൃതരെ അറിയിക്കുകയും അതനുസരിച്ച് പെട്ടെന്ന് തന്നെ സിമിത്തേരിയിൽ കുഴിയെടുക്കുന്നു. എന്നാൽ 10 അടി താഴ്ചയിൽ കുഴിയെടുക്കണമെന്നും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മൃതശരീരം ദഹിപ്പിക്കണമെന്നും നിർദ്ദേശം വന്നപ്പോൾ സഭാധികൃതർ അതിന് അനുവാദം നൽകി. ഉടൻ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറായ അന്ത്രു എന്ന വ്യക്തി ആരോഗ്യ പ്രവർത്തകർ എന്ന രീതിയിൽ ആരൊക്കെയോ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ എത്തിയ PP കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകർ 6ഓളം കന്യാസ്ത്രീകളുടെ സാന്നിധ്യത്തിൽ ആ മൃതശരീരം സിമിത്തേരിക്കുള്ളിൽ ദഹിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ PP കിറ്റുകൾ ധരിക്കാതെ 4ഓളം സുഡാപ്പികൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുള്ള വെളുത്ത ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ടുവന്ന് സംഭവ സ്ഥലത്ത് നിൽക്കുന്നു. അതിലൊരാൾ PFI എന്നത് ഫോട്ടോയിൽ വരുന്നതിനെ പുറം തിരിഞ്ഞു നിൽക്കുന്ന സുഡാപ്പികളുടെ ഉൾപ്പെടെയുള്ള മൃതശരീരം കുഴിയിലേക്ക് എടുക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്നു. ശവശരീരം ദഹിപ്പിച്ച് കുഴിയും മൂടിയ ശേഷം പ്രാർത്ഥനകളും നടത്തി കന്യാസ്ത്രീകൾ മഠങ്ങളിലേക്ക് പോയി. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ സുഡാപ്പികൾ സംഭവം മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ചു. കന്യാസ്ത്രീകളുടെ മൃതശരീരം അടക്കാൻ ആളില്ലാതെ വന്നപ്പോൾ PFI SDPI പ്രവർത്തകർ മൃതശരീരം ഏറ്റുവാങ്ങി അടക്കം ചെയ്തു എന്നതായിരുന്നു സുഡാപ്പികൾ പ്രചരിപ്പിച്ച വാർത്ത. അത് ഇടതുവലത്ത് സുഡാപ്പി മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. അത് സുഡാപ്പികളെ നന്മമരമാക്കി മാറ്റി. അങ്ങനെ ആഘോഷം തുടങ്ങി. സംഭവം വർഗീയമായി പ്രചരിച്ചതോടെ സുഡാപ്പിയുടെ വ്യാജ വാർത്ത വിശ്വസിച്ച് പൊട്ടൻ ക്രിസ്ത്യാനികൾ സഭാ നേതൃത്വത്തെയും കന്യാസ്ത്രീകളെയും തെറി വിളിക്കാൻ തുടങ്ങി. 2026 ജൂൺ RSSകാരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മൃതശരീരം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപായി വനിതാ കൗൺസിലറും ഭർത്താവും സഹായിയും ജനപ്രതിനിധി എന്ന രീതിയിൽ അതിൽ സഹകരിക്കുന്നു. വിറകെടുക്കുമ്പോൾ ഒരു വിറകെടുത്ത് വയ്ക്കുന്ന ലീഗ് വനിതാ കൗൺസിലറുടെ ചിത്രം അവരുടെ ഭർത്താവ് എടുക്കുന്നു. ചിതയ്ക്ക് വിവിധ ദിശകളിൽ നിന്നും തീ കൊളുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചൂട്ടുകറ്റയുടെ അറ്റം പിടിച്ചുകൊണ്ട് അടുത്ത ചിത്രവും ഭർത്താവ് ഉദ്യോഗസ്ഥൻ എടുക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി അതിനെ കാണുന്നതിന് പകരം എടുത്ത ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് ആരും നോക്കാനില്ലാതെ വന്നപ്പോൾ RSSകാരന്റെ മൃതശരീരം മുസ്ലിം ലീഗ് വനിതാ കൗൺസിലറായ മുസ്ലിം സ്ത്രീയുടെ നേതൃത്വത്തിൽ ശവസംസ്കാരം നടത്തി എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു. സ്വന്തം വീട്ടിലെ വാപ്പയുടെ അനുജന്റെയും ഭർത്താവിന്റെയും കബറിടത്തിൽ ഒന്ന് പോകാൻ അനുവാദമില്ലാത്ത മുസ്ലിം സ്ത്രീയെ മാനവികതയുടെ മുന്നണി പോരാളിയാക്കി സംഭവം കേരള സ്റ്റോറിയായി. കന്യാസ്ത്രീയുടെ വിഷയത്തിലെ പൊട്ടൻ ക്രിസ്ത്യാനികളെ പോലെ മതേതര മൊണ്ണ ഹിന്ദുക്കൾ RSSനെ തെറിവിളി തുടങ്ങി. ശവസംസ്കാരത്തിന്റെ വീഡിയോ അവിടെ ഉണ്ടായിരുന്നവർ ആരോ എടുത്തിരുന്നത് കൊണ്ടും ആ വീഡിയോ കാണുന്നവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും കൃത്യമായി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേതൃത്വം കൊടുത്ത സേവാഭാരതിയുടെ പ്രവർത്തകൻ പുറത്തു പറഞ്ഞതുകൊണ്ടും സംഭവം ചീറ്റി. യാഥാർത്ഥ്യം പുറത്തു വന്നിട്ട് ഇപ്പോഴും ഒരു ഭാഗത്ത് വനിതാ കൗൺസിലറെ നന്മമരമാക്കിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. മേൽപ്പറഞ്ഞ കന്യാസ്ത്രീയുടെയോ RSSകാരുടെയോ ശവസംസ്കാര നാടകങ്ങൾ ഒറ്റപ്പെട്ടവയല്ല എന്ന് കാസ പറയുന്നു. ഇതുപോലെ 100 കണക്കിന് നന്മമര നാടകങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. നല്ലവർ എന്ന് പറയിപ്പിക്കാൻ സത്യസന്ധവും ആത്മാർത്ഥവുമായി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ നല്ലവർ എന്ന് പറയിപ്പിക്കാൻ കുറുക്കുവഴികൾ തേടുകയല്ല വേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ.